കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് അത്രയും സങ്കടമായി. ഉണ്ടായിട്ടാണ് എത്ര ഞാൻ എന്റെ സ്കൂൾ കാലം തൊട്ടും കരഞ്ഞു മെഴുകാൻ തുടങ്ങിയതാണ്. എല്ലാവരും കാണട്ടെ എല്ലാവരും. നമുക്ക് ചെയ്യാം, നമുക്ക് അവരോട് സംസാരിക്കാം. സ്കൂൾ കോളേജ് കലോത്സവങ്ങൾ പലപ്പോഴും കുട്ടികളുടെ കണ്ണീരിനും കൂടി സാക്ഷ്യം വഹിക്കാറുണ്ടല്ലോ. കലോത്സവമാകുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ പങ്കെടുക്കും. എല്ലാ കുട്ടികളും ഒന്നാം സ്ഥാനം നേടാൻ വേണ്ടിയായിരിക്കും മത്സരിക്കുക. പക്ഷെ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ. എന്നാൽ നന്നായി പെർഫോം ചെയ്തെന്ന് ജഡ്ജസിന് തോന്നുന്ന കുട്ടികൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കുട്ടികൾക്ക് വിഷമം വരും, ചിലര് കരയും, അത് സ്വാഭാവികമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായി വലിയ അഴിമതികൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കലോത്സവ വേദികൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കലോത്സവത്തിന് വിധികർത്താക്കളായി ഇരിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ്. ഇവരിൽ പലരും അഴിമതിക്കാരാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഏത് കുട്ടിയുടെ മാതാപിതാക്കളാണോ ഇവർക്ക് കൂടുതൽ കൈക്കൂലി കൊടുക്കുന്നത്, ആ കുട്ടിയെ വിജയിപ്പിക്കുന്ന ഒരു നാറിയ പരിപാടി ഇവിടെ കാലങ്ങളായി നടക്കുന്നത് തന്നെയാണ്. ഈ വിധികർത്താക്കൾ വിജയിയായി പ്രഖ്യാപിച്ച കുട്ടികളെക്കാൾ നന്നായി പെർഫോം ചെയ്ത കുട്ടികളൊക്കെ ആരായി? അത് തന്നെ അവരുടെ കഷ്ടപ്പാടിനും ചെലവാക്കിയ പൈസക്കും വെറും പുല്ലുവില മാത്രം. ആക്ച്വലി ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ വിഷമത്തിന്റെ തീവ്രത പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കണമെന്നില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അർഹത ഉണ്ടായിട്ടും ഒന്നാം സ്ഥാനം കിട്ടാത്ത പോയ ഒരു കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി ഇതിനൊരു മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. അതായത് ചിലപ്പം ഒരു കുട്ടിക്ക് അർഹമായിട്ടുള്ള ഒന്നാം സ്ഥാനം തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ എതിരാളിയായിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് തോന്നുകയാണ് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് എന്ന്. അങ്ങനെ ആ കുട്ടിയും മാതാപിതാക്കളും കൂടി വിധികർത്താക്കളെ കുറ്റം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്തെ വികാര തള്ളിച്ചയിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാതിലകം നഷ്ടപ്പെട്ടപ്പോൾ നവ്യ നായർ കരഞ്ഞത് ഓർമ്മയില്ലേ? അന്ന് എന്തായിരുന്നു നവ്യ നായർ പറഞ്ഞത്? മറ്റേ കുട്ടി ഒന്നും ചെയ്തില്ല, അവൾക്ക് സിനിമാ നടി ആയതുകൊണ്ട് മാത്രമാണ് കലാതിലകം കിട്ടിയതെന്ന്. പക്ഷെ പിന്നീട് വലിയ സിനിമാ നടിക്കായപ്പോ നവ്യ തന്നെ അന്ന് പറഞ്ഞതോർത്ത് ആലോചിച്ച് നാണിച്ച് ചിരിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സംഭവം നടന്നു. 2 ദിവസം മുമ്പ് ഇവിടെ കോളേജ് കലോത്സവം നടന്നിട്ടുണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്. ആതിര വർമ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചില്ല. പക്ഷെ ആ കുട്ടി വിശ്വസിക്കുന്നത് തനിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് എന്നാണ്. അങ്ങനെ ഒന്നാം സ്ഥാനം നഷ്ടമായതിന്റെ വിഷമത്തിൽ ആ കുട്ടി ഒരു ലൈവ് ചെയ്യുകയാണ്. കുട്ടിയുടെ പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വിധികർത്താക്കളായിരുന്ന ആളുകൾക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ഓട്ടം തുള്ളലും ചാക്യാർകൂത്തും ഒക്കെ പഠിപ്പിച്ച ആളുകളാണ് മോഹിനിയാട്ടത്തിന് മാർക്കിടാൻ വന്നിരിക്കുന്നത് എന്നാണ് ആതിര പറയുന്നത്. മാത്രമല്ല ഈ വിധികർത്താക്കൾ സ്ഥിരം അഴിമതി വീരന്മാരാണ് എന്നും ആതിര ആരോപിക്കുന്നുണ്ട്. ഞാൻ ആതിരയുടെ ലൈവിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. പാലക്കാട് കലോത്സവ അഴിമതി വീരന്റെ വിളയാട്ടം കോളേജ് കലോത്സവങ്ങളിലും ഇതിന് മറപിടിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരും കരിമ്പട്ടികയിൽപ്പെട്ട ഒരു നൃത്യാധ്യാപകൻ സ്കൂളുകളിലും കോളേജുകളിലും വിധികർത്താക്കളെ സപ്ലൈ ചെയ്യുന്നു. കൂടിയാട്ടം ഓട്ടംതുള്ളൽ പഠിച്ചവർ ഇന്ന് മോഹിനിയാട്ട വിധി നിർണയത്തിന് വരുന്നു. കേരളത്തിലെ പ്രശസ്ത കലാലയത്തിൽ ഇന്ന് മോഹിനിയാട്ടത്തിന് ബിരുദാനന്തര ബിരുദം നേടി എന്ന വ്യാജേനെ പഠിച്ച കലയെ വരെ മാറ്റി പറഞ്ഞ് ആൾമാറാട്ടം നടത്തുന്നു. അതിന് പിന്നിൽ സ്കൂൾ അധ്യാപകനും പാലക്കാട് നൃത്യ അധ്യാപകനും. അഴിമതി വീര നീ നശിച്ചു പോകും. അത് എന്നെ പോലെ ഓരോ കുട്ടികളുടെയും കലോത്സവ വേദിയിൽ നിന്ന് കണ്ണീരോടെ മനസ്സ് വേദനിച്ചു പോകുന്നവർക്ക് വേണ്ടി കൂടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയിൽ നിന്ന് വിധികർത്താക്കൾ കൈക്കൂലി വാങ്ങി, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടാണ് ആ കുട്ടിയെ ജയിപ്പിച്ചത് എന്നാണ് ആതിര പറയുന്നത്. ഇനി വിക്ടോറിയ കോളേജിലെ മോഹിനിയാട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടി ആരാണെന്ന് അറിയോ? സ്വാതി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോസ് എഴുതി കൊടുക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് കോളേജ് കലോത്സവമാണ്. അതായത് ഈ ആതിരയും സ്വാതിയും ഒരേ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. സാധാരണ സ്കൂൾ തലത്തിലെയും കോളേജ് തലത്തിലെയും കലോത്സവങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന കലോത്സവങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. കോളേജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്റർസോൺ കലോത്സവം തൊട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. കാരണം പല കോളേജിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ തമ്മിലാണല്ലോ അവിടെ മത്സരം ഉണ്ടാവുക. സോ അവിടെ ഇതൊരു കുട്ടിയുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഉണ്ടാവാറുള്ളത്, ഒരു കോളേജിന് മുഴുവൻ പ്രശ്നമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ കോളേജ് മുഴുവനും ആ കുട്ടിയുടെ കൂടെ നിൽക്കും. പക്ഷെ ഇവിടെ എങ്ങനെയല്ലല്ലോ. ആതിരയും സ്വാതിയും ഒരേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കോളേജ് യൂണിയനും ഒക്കെ ഏത് കുട്ടിയുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. കാരണം 2 കുട്ടികളും അവർക്ക് ഒരുപോലെയാണല്ലോ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആതിര ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതോടെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് സ്വാതിയെയാണ്. കാരണം ആ കുട്ടി കൈക്കൂലി കൊടുത്താണ് വിജയിച്ചത് എന്നുള്ള രീതിയിൽ ആളുകൾ അവളെ നോക്കി കാണാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ആതിര ആയാലും സ്വാതി ആയാലും രണ്ടുപേരും നല്ല കഴിവുള്ള കുട്ടികളാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം റീലുകൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. മാത്രമല്ല ആതിര മുമ്പ് മിസ് പാലക്കാട് ടൈറ്റിൽ വിന്നർ ആയ കുട്ടിയാണ്. മറ്റു പല സൗന്ദര്യ മത്സരങ്ങളിലും ആതിര വിജയിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ സ്വാതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുമ്പ് കാലിക്കറ്റ് ഇന്റർസോൺ കലോത്സവത്തിൽ കലാതിലകം കിട്ടിയ ഒരു കുട്ടിയും കൂടിയാണ്. ഞാൻ അതിന്റെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ സൈഡിൽ കൊടുക്കാം. അതായത് ചില്ലറ പുള്ളിയല്ല എന്നർത്ഥം. എന്തായാലും ഇതിപ്പോ ഒരേ കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികൾക്കിടയിലുള്ള പ്രശ്നം കൂടിയായി മാറിക്കഴിഞ്ഞു. ആതിരയുടെ ലൈവാണ് എല്ലാം തുടങ്ങി വെക്കുന്നത്. പിന്നീട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ സ്വാതിയും അതിന് മറുപടി നൽകുന്നുണ്ട്. എന്തായാലും ആദ്യം നമുക്ക് ആതിരയുടെ ലൈവിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം.
അമ്മ യാദവിന്റെ അടുത്തേക്ക് വാ, അവനാണ് ഇതിന്റെ ആർട്സ്. വാ, അവൻ എന്തോ ഒരു ഇതും കൂടെ ഇരിക്കാണ്ട് ഇങ്ങനെ പോണത് കാണില്ല അവൻ. യാദവേ, ഞാൻ ഇവിടെ ഇരിക്കണം, നിന്റെ കണ്ണിൽ കണ്ടില്ല? ഞാൻ ക്വാളിഫിക്കേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞോ? അവരുടെ മുമ്പിലാണോ ക്വാളിഫിക്കേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്? ആണോ? അതാണ് തെറ്റാണ്. ആര് പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാ? കൂടിയായിട്ട് ഓട്ടം തുള്ളൽ അവരിരിക്കരുത് പറയണതല്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാ. പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാ. ഓട്ടം തുള്ളലിനാണ് കലാമണ്ഡലം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയൂ. സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയൂ. അതെ, ഈ സൈഡ് ഏതെങ്കിലും മീഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് വിക്ടോറിയ കോളേജിലേക്ക് എത്രയും പെട്ടെന്ന് വരണം. ഏതെങ്കിലും മീഡിയാസ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് വരണം. ഇവിടെ ഇപ്പൊ കലോത്സവം നടന്നിട്ടുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോളേജ് കലോത്സവമാണ് നടന്നിട്ടുണ്ടായത്. എപ്പോഴും നടക്കണ പോലെ തന്നെ പാലക്കാടിലെ ഏറ്റവും വൃത്തികെട്ട തെണ്ടിയായ അഴിമതി വീരൻ അവന്റെ ഒരു കുട്ടി ഇവിടെ വന്ന് മത്സരിച്ചിട്ട് ഒരു ഉളുപ്പും മാനമില്ലാണ്ട് വന്നിട്ട് ജഡ്ജ്മെന്റ് വാങ്ങിച്ചിട്ട് പോയിട്ട് കംപ്ലൈന്റ് ചോദിക്കാൻ പോയതിനെ പുച്ഛിച്ച് പോയതാണ്. ആ രണ്ടിരുന്ന ജഡ്ജസ് ഭരണാട്ടത്തിന് മോഹിനാട്ടത്തിന് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് ഓട്ടം തുള്ളലും ബാക്കിയുള്ളതും പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കുട്ടിയുടെ കണ്ണീര് വീഴ്ത്തിട്ട് ഇവർ എന്താണ് അനുഭവിക്കാൻ പോകുന്നത്? ഇക്കാര്യം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതായത് ഈ ഓട്ടം തുള്ളൽ പഠിച്ച ആളാണോ ഈ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും ഒക്കെ മാർക്കിട്ടത് എന്നുള്ളത് എന്തായാലും അന്വേഷിക്കണം. അങ്ങനെ ഏതെങ്കിലും കലകൾ പഠിച്ച ആളുകൾക്ക് വന്നിരുന്നു എല്ലാ കലാ മത്സരങ്ങളിലും ജഡ്ജ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ തല മത്സരങ്ങളിലൊക്കെ നമ്മുടെ ഏതെങ്കിലും ടീച്ചർമാർ തന്നെ ഇരുന്ന് വിധി എഴുതുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കോളേജ് തരം മത്സരമാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണല്ലോ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ക്ലാസിക്കൽ ഡാൻസുകളിലൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ചെലവുള്ള കാര്യം കൂടിയാണല്ലോ. പണം മാത്രമല്ല, ഒരുപാട് വർഷങ്ങൾ ഈ കുട്ടി ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ മത്സരിക്കുന്നത് ജഡ്ജ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് കോളേജുകാരുടെ കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ കൂടി ഉണ്ടോക്കാം. ഏതെങ്കിലും ഒരു മീഡിയാസ് ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിക്ടോറിയ കോളേജിൽ കയറണം. നമ്മളിന്ന് വൈകുന്നേരം എന്തായാലും പ്രസ് മീറ്റ് വയ്ക്കും. ഇത് സംബന്ധിച്ച് ഞാൻ കോളേജ് സ്കൂൾ കാലത്തിൽ തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയ പ്രശ്നമാണ്. ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴൊക്കെ അത് സങ്കടമായിരിക്കും. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങളിത് വന്നത്. ആരെങ്കിലും മീഡിയ ടീം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ക്വാളിഫിക്കേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ബാക്കി കാര്യം. ഞാൻ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും കണ്ണിൽ കണ്ടില്ല. ഒരു മൈൻഡ് പോലെ ചെയ്ത് എന്ത് യൂണിയൻകാരാണ് നിങ്ങള്? ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ല നീ? എല്ലാവരും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് കളിക്കണത്. എന്ത് വിലയുണ്ട് നിനക്കൊക്കെ? ഒരു ഉളുപ്പില്ലാണ്ട് ഓട്ടോ കയറി പോയി. എന്നിട്ട് പാലക്കാടിലെ അഴിമതി വീരാ. നീ ഇത് കേൾക്കണെങ്കിൽ ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ല, നശിച്ചു പോകും. ഈ ഗുണം പിടിക്കില്ല, നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞത് ഈ കുട്ടിയുടെ വികാര തള്ളിച്ചയിലും സങ്കടം കൊണ്ടും പറയുന്നതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഈ പറഞ്ഞത് വെച്ച് അവളെ ആരും ജഡ്ജ് ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഈ പ്രസ്തുത വിധികർത്താവിനെ അഴിമതി വീരൻ എന്നും പറഞ്ഞ് ഈ പെൺകുട്ടി വീണ്ടും കളിയാക്കുന്നുണ്ട്. സോ അങ്ങനെ വീണ്ടും കളിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിധികർത്താവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിക്ക് പണ്ടും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. കളിച്ചവർക്ക് കൊടുക്കില്ല. പാലക്കാട് ഏറ്റവും വലിയ അഴിമതി വീരന്റെ കുട്ടികളെ വന്ന് കളിക്കും. ഒരു വസ്തു പോലും കളിക്കാണ്ട് പ്രൈസ് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്റെ ഇത്രയും ജീവിതത്തിൽ ഞാൻ ഒരു വട്ടം പോലും ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെന്നെ കൊണ്ട് പറ്റണില്ല. കളിച്ചവർക്ക് കൊടുക്കണം. യൂണിയൻകാർക്ക് അവിടെ നിന്ന് ചിരിക്കാണ്. ഇവർക്ക് ഒരു പ്രശ്നം പോലും ഇല്ല. ഒന്ന് നോക്കി നോക്ക് നിങ്ങള്. ഞാൻ ഇവിടെ നിന്ന് ഇത്രയും കാര്യത്തിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരു മനുഷ്യൻ പോലും. ഏതെങ്കിലും ആൾക്കാർ ഈ വശത്തുണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് വരണം. പാലക്കാട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ്. കേസ് കൊടുത്ത് ഇത് കുറെ കേസ് കൊടുക്കുക. ഇത് എത്ര പേര് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ മൈൻഡ് ഉണ്ട്? എത്ര വട്ടമായി ചോദിക്കണത്? ഒരാൾ ജയിച്ചാൽ മാത്രമുള്ള ഈ കോളേജിന് എപ്പോഴും ക്വാളിഫിക്കേഷൻസ് ചോദിച്ചിട്ട് എത്ര നേരമായി? ഞങ്ങളെന്താ പൊട്ടന്മാരാണ് ഇവിടെ നിൽക്കണവര്? ഒരു യൂണിയൻകാരല്ലല്ലോ ഇവിടെ. എടാ, ഒന്ന് ആരെന്തെങ്കിലും യൂണിയൻകാരെടുത്ത് വരാൻ പറയില്ല. ഇത് സീന് മാറ്റി. ഞാൻ ഇപ്പൊ മീഡിയ എല്ലാവരും വിളിച്ചു വരുത്തും ഇവിടെ. ഇത് വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ല. ഞാൻ മീഡിയ വിളിച്ചു വരുത്തും. എന്ത് ക്വാളിഫിക്കേഷൻ
സങ്കടമായി. നീ ഒന്ന് ക്ലോസ് ചെയ്തു. ഞാൻ ഇവിടുത്തെ യൂണിയൻ എന്ത് ചെയ്തോണ്ടിരിക്കണത്? ഒരു ക്വാളിഫിക്കേഷൻസ് പോലും ഇല്ലാത്ത 2 സാധനത്തിനാണ് ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തിയിരിക്കണത്. എന്നിട്ട് പ്രൈസ് വാങ്ങിച്ച് കോള കൊടുത്ത് വാങ്ങിച്ച പിള്ളേർക്ക് പ്രൈസ് വാങ്ങിച്ച് കൊടുത്തിട്ട് പോവാ. അപ്പിള പോലും ഇല്ല കോളേജ് ലെവലിൽ. കൊണ്ട് ആലോചിച്ച് നോക്ക്. ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടാണ് എത്ര ഞാൻ എന്റെ സ്കൂൾ കാലം തൊട്ടും കരഞ്ഞു മെഴുകാൻ തുടങ്ങിയതാണ്. എല്ലാവരും കാണുന്നത് നമുക്ക് ചെയ്യാം, നമുക്ക് അവരോട് സംസാരിക്കാം. എനിക്ക് സംസാരിക്കുന്ന ജഡ്ജസിനടുത്താണ്. അവരെ സേഫ് ആക്കി അയച്ച് കൊണ്ടുപോയില്ലേ? എന്താ ചെയ്ത? ഒലച്ചിലുണ്ടായിരുന്നോ? എല്ലാം കൊണ്ടും ഞങ്ങളെ മാത്രം തടഞ്ഞിട്ടാ. നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നാലോചിച്ചോ നിങ്ങള്? അഴിമതി വീഴാതെ ഒന്നാലോചിച്ചോ? ഒരു കാലത്തും ഒരു കുട്ടിയുടെ കണ്ണീര് കൊണ്ട് രക്ഷപ്പെടാൻ പോരില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ആരെങ്കിലും ഒന്നും കൂടെ ഉണ്ടെങ്കിൽ വിക്ടോറിയ കോളേജിൽ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വരണം പ്ലീസ്. സംസാരിക്കാൻ ഒന്നും പറയാം. കഴിഞ്ഞ പറ്റും ഇതുപോലെ സംസാരിക്കാം. ഞാൻ വിപിനിലെ ജില്ലാ സെക്രട്ടറി അവന്റെ അടുത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞതാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ നോക്കാം പറഞ്ഞു. അവിടെ കളിച്ചിട്ട് കൊടുത്ത കുഴപ്പമില്ല. കളിച്ചിട്ട് ഫസ്റ്റ് കൊണ്ടുപോട്ടെ, ഒരു പ്രശ്നമില്ല. കളിക്കാണ്ട് എന്റെ കഴിഞ്ഞ വട്ടം 4 ആഴ്ചയാണ് എന്നെ തടഞ്ഞത്. കളിച്ചിട്ട് കൊടുത്താൽ കുഴപ്പമില്ല. കളിച്ചിട്ട് വേണമെങ്കിൽ അവൾ ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ കളിക്കാതെയാണ് അവൾക്ക് 1ാം സ്ഥാനം കൊടുത്തത്. കഴിഞ്ഞ തവണ 4 ഐറ്റത്തിലാണ് എന്നെ തഴഞ്ഞത്. ഇതാണ് ആതിരയുടെ പ്രധാന ആരോപണങ്ങൾ. ഇത്തവണ 1ാം സ്ഥാനം നേടിയ സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് തന്നെ ആയിരിക്കണം കഴിഞ്ഞ തവണ ആതിരയും മത്സരിച്ച് തോറ്റത്. കാരണം സ്വാതി ആണല്ലോ കഴിഞ്ഞ തവണ എ സോണിലും ഇന്റർ സോണിലും ഒക്കെ കലാതിലകമായത്. കഴിഞ്ഞ തവണ തോറ്റപ്പോൾ തന്നെ ഇത് അൺഫെയർ ആണെന്ന് ആതിരക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആതിര പബ്ലിക്കായി പ്രതികരിച്ചില്ല. പക്ഷെ ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചപ്പോൾ പ്രതികരിച്ചു. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. നമ്മൾ ഈ 2 പേരുടെയും ഡാൻസ് പെർഫോമൻസ് നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഇവരിൽ ആരാണ് നന്നായി കളിച്ചത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇനിയിപ്പോ കണ്ടാൽ തന്നെ ക്ലാസിക്കൽ ഡാൻസ് ആണ്. അത് കണ്ടിട്ട് ആരാണ് നന്നായി കളിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊന്നും എനിക്കില്ല. വല്ല സിനിമാറ്റിക് ഡാൻസോ ടപ്പാങ്കുത്തോ വല്ല ആണെങ്കിൽ പിന്നെയും നോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഡാൻസിന് മാർക്കിടാൻ നമ്മൾ ആരുമല്ല. അതൊക്കെ ഡാൻസ് നേരിട്ട് കണ്ടവരും അറിവുള്ളവരും പറയട്ടെ. പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അതായത് ആതിര പറഞ്ഞില്ലേ കളിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കളിക്കാതെയാണ് അവൾക്ക് ഫസ്റ്റ് കിട്ടിയതെന്ന്. ആ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. ആതിരക്ക് താൻ സ്വാതിയേക്കാൾ നന്നായി കളിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞ തവണ എ സോണിലും ഇന്റർ സോണിലും കലാതിലകമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒന്നും കളിക്കാതെയാണ് കോടതിയിൽ 1ാം സ്ഥാനം നേടിയതെന്ന് പറയുന്നതിൽ എത്രത്തോളം യുക്തി ഉണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ ആതിര പറയുന്ന മറ്റൊരു കാര്യം ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും കോളേജ് യൂണിയനും മറ്റു വിദ്യാർത്ഥികളും തന്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ ഒരേ കോളേജിലെ 2 വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് ഒരാളുടെ കൂടെ മാത്രമായി നിൽക്കാൻ കഴിയില്ലല്ലോ. സ്വാതി ഓൾറെഡി 1ാം സ്ഥാനം നേടി കഴിഞ്ഞതാണ്. ആതിര പറഞ്ഞൊന്നും വെച്ച് എല്ലാവർക്കും സ്വാതിയെ തള്ളിക്കളയാനൊന്നും കഴിയില്ലല്ലോ. ആതിരയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആതിരയുടെ ഭാഗത്ത് നിൽക്കും. അത്രേ അവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ആതിര ആയാലും സ്വാതി ആയാലും അവർക്ക് ഒരേപോലെ അല്ലേ. എന്തായാലും ആതിരയുടെ ലൈവ് വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചിലേക്ക് പോയിട്ടുണ്ട്. 5 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ അത് കണ്ടു കഴിഞ്ഞു. ആതിര ഇനിയും കരഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല. ഇനി ആതിരയുടെ ആരോപണങ്ങൾക്ക് 1ാം സ്ഥാനം നേടിയ സ്വാതി കൊടുത്ത മറുപടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്വാതി മറുപടി ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. പ്രിയരെ, എന്തിനു പ്രതികരിക്കുന്നു? ഈ സ്ഥിരം വൈറൽ പ്രകടനത്തിന് നമ്മുടെ വില നഷ്ടമാവില്ലേ എന്ന് ചോദിച്ചവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. പ്രതികരിക്കാറില്ല, പക്ഷെ കഥ അറിയാതെ ആട്ടം കാണുന്നവരോട് എനിക്ക് പറയാനുണ്ട്. അവരോടായി മാത്രം. കാരണം എന്നെ അറിയുന്നവർക്ക്, എന്റെ പ്രോഗ്രാം കണ്ടവർക്ക് എല്ലാം അറിയാം. എ സോണിൽ ഇന്റർ സോണിൽ കലാതിലകമായ ഒരു കുട്ടിയെ കോളേജിൽ മത്സരം നടന്നാൽ 1ഓ 2ഓ വ്യക്തികൾക്ക് തീരെ കഴിവില്ലാത്തവളായി തോന്നുന്നു. അതിന് കാരണം മെഴുകുന്നവർക്ക് മാത്രമേ അറിയൂ. കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. 1ാം സ്ഥാനം നേടിയവരെ താഴ്ത്തിക്കെട്ടി അവരെ പഠിപ്പിച്ചവരെ അഴിമതിക്കാരാക്കി ചിത്രീകരിക്കുന്ന ഇത്തരം പ്രവണത ഇത് ചിലരുടെ സ്ഥിരം ശീലമാകുമ്പോൾ കേൾക്കുന്നവരെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. മത്സരമാവുമ്പോൾ ജയവും പരാജയവും സ്വാഭാവികം. അല്ലെങ്കിൽ മത്സരമില്ലാത്ത കാലം ഇനി ഉദിക്കേണ്ടി വരും. 3 വയസ്സ് മുതൽ നൃത്തവേദികളുടെ ഭാഗമായി തുടങ്ങിയ ഞാൻ ജയവും പരാജയവും എല്ലാം ഒരുപോലെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതുവരെയും 1ാം സ്ഥാനം നേടിയ കുട്ടിയെയോ ഗുരുവിനെയോ ഇത്തരത്തിൽ അപമാനിച്ചിട്ടില്ല. അത് ചിലപ്പോൾ എന്നെ വളർത്തിയ മാതാപിതാക്കളുടെ ഗുണമായിരിക്കാം. ഈ പറയുന്നവർ ഏതെങ്കിലും സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ അവർ വഴിവിട്ട് നേടിയതാവും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജയിച്ച കുട്ടി മോശക്കാരിയും ഗുരു അഴിമതിക്കാരനുമായി കണ്ട് അവർക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന മറ്റു വിരലുകൾക്ക് മറ്റെന്തെങ്കിലും കഥ
പറയാനുണ്ടാകുമോ? ഈ രീതിയിൽ പ്രതികരിക്കാനേ എനിക്കറിയൂ, മോശം ഭാഷയിൽ പ്രതികരിക്കാൻ എൻ്റെ രീതിയല്ല. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കലാജീവിതത്തിൽ ചൂട്ടും കൂടുമായി കാവലിൽ നിന്ന എണ്ണയിട്ട യന്ത്രം പോലെ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന മാതാപിതാക്കളോടും ദൈവതുല്യം ഞാൻ കാണുന്ന എൻ്റെ ഗുരുവിനോട് നീതി കാണിക്കാത്തതായി തോന്നിപ്പോകും. വിജയത്തെ ഈശ്വരൻ തന്ന അനുഗ്രഹമായി സ്വീകരിക്കുകയും പരാജയത്തെ സ്വയം വിലയിരുത്തുകയും ചെയ്യലാണ് എൻ്റെ രീതി. അല്ലാതെ ജയിച്ച കുട്ടിയെയും ആ കുട്ടിയുടെ ഗുരുക്കന്മാരെയും താഴ്ത്തി കെട്ടലല്ല, സ്വയം ചെറുതാവലല്ല. മത്സരങ്ങൾക്കപ്പുറത്തേക്ക് കലയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിർത്തുന്നു. ഓക്കെ, അപ്പൊ വളരെ പക്വമായിട്ടുള്ള മറുപടിയാണ് സ്വാതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വാതി പണം കൊടുത്ത് നേടിയ വിജയമാണ്, അതായത് സ്വാതി കള്ളിയാണ് എന്നുള്ള രീതിയിലായിരുന്നല്ലോ ആതിര പറഞ്ഞു വെച്ചത്. അതിനുള്ള മറുപടി എന്ന നിലക്ക് നോക്കുമ്പോൾ സ്വാതി പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആതിര പ്രതികരിച്ച രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇമോഷണൽ ആയിരുന്നു. അതിന് ഞാൻ അവരെ കുറ്റം പറയില്ല, കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. താൻ തഴയപ്പെട്ടു, നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഏതൊരാളും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കത്തുള്ളൂ. സ്വാതി പക്ഷെ ഇവിടെ വിജയിച്ച ആളാണ്. കള്ളി എന്നുള്ള ആരോപണം വന്നെങ്കിൽ കൂടിയും വിജയിച്ച ആളെന്ന നിലക്ക് കുറച്ചുകൂടി ഈസിയായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആക്ച്വലി ഇവിടെ സ്വാതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ആതിരയുടെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ തെളിയാത്തിടത്തോളം കാലം നമുക്ക് സ്വാതിയുടെ കൂടെ നിൽക്കാനേ കഴിയൂ. കാരണം സ്വാതി കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ വിജയമാണ്. കൈക്കൂലി കൊടുത്തു എന്നുള്ളത് ആതിരയുടെ ആരോപണം മാത്രമാണ്, അതിന് തെളിവുകളൊന്നുമില്ല. ഇമോഷണൽ ആയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാവാം. നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ വിജയത്തെ ഒരാൾ തള്ളി പറയുമ്പോൾ അതിലുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. ആതിരയുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ സ്വാതിയെയും ഇവിടെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വാതി തെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തെളിവ് നൽകാൻ ആതിരയ്ക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് നിരുപാധികം ആതിരയുടെ കൂടെ നിൽക്കാമായിരുന്നു. അല്ലാതെ പക്ഷം അങ്ങനെ ചെയ്യുന്നത് സ്വാതിയോട് കാണിക്കുന്ന നീതികേട് തന്നെയാകും. എല്ലാത്തിനും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും കോളേജ് കലോത്സവം മാത്രമാണ്. നിങ്ങൾക്ക് അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാകും, അതറിയാം. ഞാൻ അതൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നിങ്ങളുടെ ജീവിതവും ഭാവിയും ഒന്നും ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയല്ല. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾക്ക്. നേരത്തെ ഞാൻ നവ്യനാരുടെ കാര്യം പറഞ്ഞില്ലേ, അന്ന് നവ്യയെ പിന്തള്ളി കലാതിലകമായത് അമ്പിളിദേവി ആയിരുന്നു. അമ്പിളിദേവി ആ സമയത്ത് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? നവ്യനായർ വലിയ ഉയരങ്ങളിലെത്തി അമ്പിളിദേവിയേക്കാൾ അറിയപ്പെടുന്ന ആളായി മാറി. ഞാനിവിടെ മോട്ടിവേഷൻ തൊലിക്കുകയാണെന്ന് ആരും കരുതണ്ട, ഒരു ജീവിത യാഥാർത്ഥ്യം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കലോത്സവ വേദികളിലെ വിധി നിർണയത്തെ കുറിച്ച് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരാതികളല്ല ഇത്. ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴിമതി നടന്ന ചരിത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് പച്ചയായ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആതിര ഉയർത്തിയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് ഗൗരവകരമായി തന്നെ പരിശോധിക്കപ്പെടണം. കാരണം വർഷങ്ങളോളം വിയർപ്പ് ഒഴുക്കി ഒരു കുട്ടി സ്റ്റേജിൽ കയറുമ്പോൾ അവരെ വിലയിരുത്താൻ ആ കലയിൽ പ്രാവീണ്യമുള്ളവർ തന്നെ ഇരിക്കണം. അത് ആ കുട്ടിയോട് കാണിക്കേണ്ട മിനിമം നീതിയാണ്. പക്ഷെ അതേസമയം കൃത്യമായ തെളിവുകളില്ലാതെ തന്റെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി കൈക്കൂലി കൊടുത്താണ് ജയിച്ചത് എന്ന് പരസ്യമായി പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നും നമ്മൾ ചിന്തിക്കണം. അത് സ്വാതിയെ പോലെ കഷ്ടപ്പെട്ട് മത്സരിക്കുന്ന ഒരു കുട്ടിയുടെ മനോവീര്യത്തെ തകർക്കില്ലേ? ആതിര പറഞ്ഞ പോലെ അവൾക്ക് നീതി കിട്ടണം. അതിന് പരാതി നൽകാനുള്ള എല്ലാ അവകാശവും ആ കുട്ടിക്കുണ്ട്. പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് മാറരുത് എന്ന് മാത്രം. ഒടുവിൽ എനിക്ക് ഈ രണ്ട് കുട്ടികളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഈ സ്റ്റേജിൽ ഒരു മാർക്ക് ഒരു കപ്പ് ഒന്നുമല്ല നിങ്ങളുടെ ലൈഫ്. ഇന്ന് നിങ്ങൾ തകർന്നൊന്ന് കരുതുന്നിടത്ത് നിന്നായിരിക്കും നാളെ നിങ്ങളുടെ വലിയ വിജയങ്ങൾ തുടങ്ങുന്നത്. നവ്യനാരുടെ ഉദാഹരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. തോൽവികളിൽ തളരാതിരിക്കുക, വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക. വിക്ടോറിയ കോളേജിലെ ഈ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിക്കപ്പെടട്ടെ. ആതിരയുടെ ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അത് അധികൃതർ അന്വേഷിക്കട്ടെ. സ്വാതി തെറ്റുകാരിയല്ല എങ്കിൽ അവളുടെ വിജയത്തിന് മേൽ വീണ ഈ കരുനീൽ എത്രയും പെട്ടെന്ന് നീങ്ങട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? ആതിരയുടെ ഭാഗത്താണോ അതോ സ്വാതിയുടെ ഭാഗത്താണോ ന്യായമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.